പോളണ്ടിന്റെ പഴയ തലസ്ഥാനവും സാംസ്കാരിക നഗരവുമായ ക്രാക്കോവിലാണ് ഞാനിപ്പോൾ. ഇവിടുത്തെ മാർക്കറ്റ് സ്ക്വയർ എന്ന അതിവിസ്തൃതമായ ചത്തുരത്തിന്റെ ഒരറ്റത്ത്, അതിന്റെ ഓരങ്ങളിൽ റെസ്റ്റോറന്റുകൾ. മനോഹരമായി കല്ലുവിരിച്ച അതിവിസ്തൃതമായ സ്ക്വയറാണ്. മധ്യത്തിൽ ക്ലോത്ത് ഹാൾ എന്നും ക്ലോത്ത് മാർക്കറ്റ് എന്നും അറിയപ്പെടുന്ന നീളൻ കെട്ടിടം 15ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. മാർക്കറ്റ് സ്ക്വയറിന്റെ ഒത്ത മധ്യത്തിലാണ് ക്ലോത്ത് ഹാൾ. ചരിത്ര പ്രസിദ്ധമാണ് ക്രാക്കോവിലെ ക്ലോത്ത് ഹാൾ. നല്ല വെയിലുള്ള ഒരു പ്രഭാതം. 1400കളിലും 1500കളിലുമൊക്കെ യൂറോപ്പിന്റെ നാനാഭാഗത്തു നിന്നും കച്ചവട സംഘങ്ങൾ വന്നിരുന്നു ഈ ക്ലോത്ത് ഹാളിൽ. യൂറോപ്പിന്റെ നവോത്ഥാനകാലത്ത് ക്രാക്കോവിൽ ഉയർന്ന സവിശേഷ മന്ദിരമാണിത്. അക്കാലം മുതൽ ക്രാക്കോവ് നഗരത്തിലെ പ്രധാന ലാൻഡ്മാർക്കും ഈ ക്ലോത്ത് ഹാളാണ്. പോളണ്ടിന്റെ തെക്കൻ ഭാഗത്ത് അതിർത്തിയോട് ചേർന്നുള്ള പട്ടണമാണ് ക്രാക്കോവ്. അതുകൊണ്ട് അന്യനാട്ടുകാർ ധാരാളമായി ഇവിടേക്ക് കച്ചവടത്തിന് വന്നിരുന്നു. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇന്നിതിനെ നവീകരിച്ചിരിക്കുന്നതായി കാണാം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് പഴയ ക്ലോത്ത് ഹാൾ. കരകൗശല വസ്തുക്കളും പെയിന്റിങ്ങുകളും എല്ലാം വിൽക്കുന്ന കടകൾ ധാരാളം. 15ാം നൂറ്റാണ്ട് ക്രാക്കോവിന്റെ സുവർണകാലമായിരുന്നു. അക്കാലത്ത് നഗരത്തിന്റെ രാജ്യാന്തര വാണിജ്യത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു ഈ ക്ലോത്ത് ഹാൾ. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഏഷ്യയിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളും തുകൽ ഉൽപ്പന്നങ്ങളും മെഴുകും ഇവിടെ വലിയ തോതിലെത്തിയിരുന്നു. ഞാൻ ക്ലോത്ത് ഹാളിന്റെ വരാന്തയിലേക്ക് ഇറങ്ങി. ക്രാക്കോവിന്റെ പഴയ ടൗൺ ഹാളിന്റെ ഭാഗമായിരുന്നു ഈ ഗോപുരം. അതിൽ സമയം 10 എന്ന് കാണിക്കുന്നു. ക്ലോത്ത് ഹാൾ ഉൾപ്പെടുന്ന ക്രാക്കോവ് ഹിസ്റ്റോറിക് സെന്റർ ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. ക്ലോത്ത് ഹാളിന്റെ വരാന്തയിലൂടെ നടന്നു. റെസ്റ്റോറന്റുകളുടെ ഭാഗമായി ഒരുക്കി വച്ചിരിക്കുകയാണ് വരാന്ത. ക്ലോത്ത് ഹാളിന്റെ പ്രതാപകാലത്ത് ഇവിടെയെല്ലാം വലിയ തിരക്കായിരുന്നു. കച്ചവടക്കാർ നിരന്നിരുന്ന് നാട്ടുകാർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സാധാരണ മാർക്കറ്റ് മാത്രമായിരുന്നില്ല ഇവിടം. വലിയ ബിസിനസ് ഡീലുകൾ തന്നെ ഇവിടെ നടന്നിരുന്നു. പല ദേശങ്ങളിൽ നിന്നെത്തുന്ന കച്ചവടക്കാർക്കിരുന്ന് ചർച്ചകൾ നടത്താൻ ക്ലോത്ത് ഹാളിൽ പ്രത്യേക മുറികൾ തന്നെ ഉണ്ടായിരുന്നെന്നും രേഖകളുണ്ട്. ബാർട്ടർ സമ്പ്രദായത്തിലാണ് വലിയ സംഘങ്ങൾ തമ്മിൽ അന്ന് കച്ചവടം നടന്നിരുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വരെ അക്കാലത്ത് ഇവിടെ എത്തിയിരുന്നു. ഒരു രാജ്യത്തിന്റെ തന്നെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായിരുന്നു പണ്ട് ഈ മാർക്കറ്റ് സ്ക്വയർ. ഈ ടവറിനോടനുബന്ധിച്ച് അന്ന് ഇവിടെ വലിയൊരു ടൗൺ ഹാൾ ഉണ്ടായിരുന്നു. സ്ക്വയർ കൂടുതൽ സൗകര്യപ്രദമാക്കാനായി 1820ലാണ് അത് പൊളിച്ചു കളഞ്ഞത്. ക്രാക്കോവ് എന്ന നഗരം വളർന്നത് ഈ മാർക്കറ്റ് സ്ക്വയറിന് ചുറ്റുമായിട്ടായിരുന്നു. 15-16 നൂറ്റാണ്ടുകളായിരുന്നു ക്രാക്കോവിന്റെ സുവർണകാലം. അക്കാലത്ത് ധാരാളം സാഹിത്യകാരന്മാരും കലാകാരന്മാരും തത്വചിന്തകരുമെല്ലാം ഉണ്ടായിരുന്നു ഈ നഗരത്തിൽ. ഇവിടെ ഇങ്ങനെയൊരു പെട്ടിയുണ്ട്, ഒരു മണി കളക്ഷൻ ബോക്സ്. സ്ക്വയറിന്റെ പരിപാലനത്തിനായി ജനങ്ങളിൽ നിന്നും സംഭാവന പിരിക്കാൻ വെച്ചിരിക്കുന്ന പെട്ടിയാണ്. വിശാല ചത്തുരത്തിന്റെ ഒരു ഭാഗത്ത് ബസിലിക്ക ഓഫ് സെന്റ് മേരി. സ്ക്വയറിന്റെ വടക്കുകിഴക്കേ മൂലയാണത്. 14ാം നൂറ്റാണ്ട് മുതൽ കുറ്റവാളികളുടെ വധശിക്ഷ പരസ്യമായി നടപ്പാക്കിയിരുന്നത് ഈ സ്ക്വയറിൽ വെച്ചാണ്. അലങ്കരിച്ച കുതിരവണ്ടികളിൽ രാജാക്കന്മാരും പ്രഭുക്കളും ഈ സ്ക്വയറിൽ വന്നിറങ്ങി. അവർ രാജകീയ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുത്തു. അക്കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന കുതിരവണ്ടികൾ സ്ക്വയറിന്റെ ഓരങ്ങളിലൂടെ കടന്നുപോകുന്നു. വർത്തക പ്രമാണിമാരും വിദേശങ്ങളിൽ നിന്നുള്ള രാജപ്രതിനിധികളും വരെ കുതിരവണ്ടികളിൽ ഇവിടെ വന്നിറങ്ങിയിരുന്നു. 1683 വിയന്നയിൽ നടന്ന യുദ്ധത്തിൽ തുർക്കികളെ പരാജയപ്പെടുത്തിയതിന്റെ വിജയാഘോഷം നടന്നത് ഇവിടെയാണ്. പോളണ്ടിന്റെ തലസ്ഥാനം വാഴ്സോയിലേക്ക് മാറ്റിയ ശേഷവും പ്രധാനപ്പെട്ട രാജകീയ ചടങ്ങുകൾക്ക് വേദിയായിരുന്നു ഈ സ്ക്വയർ. കിരീടധാരണ ചടങ്ങ് മുതൽ രാജകീയ സംസ്കാര ചടങ്ങുകൾ വരെ അതിൽ ഉൾപ്പെടുന്നു.
ഇപ്പോഴാകട്ടെ ക്രാക്കോവിലെ ഏറ്റവും പ്രമുഖമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മാർക്കറ്റ് സ്ക്വയർ. ഇത് ഒരു സിനിമാ താരമോ മോഡലോ ഒന്നുമല്ല, കുതിരവണ്ടിക്കാരിയാണ്. ക്രാക്കോവിന്റെ ഓൾഡ് ടൗൺ കാണിക്കാൻ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന കുതിരവണ്ടിക്കാരുടെ പോലും സൗന്ദര്യവും ആഠ്യത്വവും കാണുക. മെഴുത്ത കുതിരകളെ പൂട്ടിയ മനോഹരമായ വണ്ടി. കടന്നുപോകുന്നവരെ ക്ഷണിക്കുന്നുണ്ട് വണ്ടിക്കാരി. ഒരമ്മയും മകളും അടുത്തു ചെന്നിട്ടുണ്ട്. പ്രൈസ് ലിസ്റ്റും കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള 60ഓളം കുതിരവണ്ടിക്കാരുണ്ട് മാർക്കറ്റ് സ്ക്വയറിൽ. 15 മിനിറ്റ് നേരത്തെ റൈഡിന് 15 യൂറോയാണ് ചാർജ്. നമ്മുടെ 1200 രൂപയോളം. ഒരു ഭാഗത്ത് ഇറ്റലിയിൽ നിന്നുള്ള ടൂർ സംഘത്തിന് ഇറ്റാലിയൻ ഭാഷയിൽ ചരിത്രം വിവരിച്ചു നൽകുന്നു ഒരു ഗൈഡ്. ഇങ്ങനെ പല നാടുകളിൽ നിന്ന് വരുന്ന സഞ്ചാരിക്കൂട്ടങ്ങളെ സ്ക്വയറിന്റെ പല ഭാഗത്തും കാണാം. വേനൽ ദിനങ്ങളിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടേക്കെത്തുക. ക്രാക്കോവ് എന്ന ഈ ചരിത്ര നഗരത്തിലേക്ക് ഓരോ ദിവസവും വന്നണയുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് മറ്റൊരു സംഘമാണ്. രാവിലെ 11 മണിയാവുമ്പോഴേക്കും കുതിരവണ്ടികൾക്കെല്ലാം തിരക്കാവും. ധാരാളം കുതിരവണ്ടികൾ സ്ക്വയറിലൂടെയും സമീപത്തെ തെരുവുകളിലൂടെയും ഇങ്ങനെ പോകുന്നത് കാണാം. കുതിരക്കാരനൊപ്പം മുൻ സീറ്റിലിരിക്കാം. പിന്നിലെ കൂടുതൽ സൗകര്യപ്രദമായ സീറ്റുകളിലും ഇരിക്കാം. പുരാതനമായ രൂപം നിലനിർത്തിയിരിക്കുന്ന കുതിരവണ്ടികളാണ്. അതിന്റെ ധവളിമയും കുതിരകളുടെ ചമയങ്ങളുമെല്ലാം ചേതോഹരം. പ്രത്യേകമായൊരു അനുഭൂതിയാണ് ക്രാക്കോവിലെ മാർക്കറ്റ് സ്ക്വയറിൽ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ. നേരത്തെ കണ്ട സുന്ദരിക്കും ആളെ കിട്ടിയിരിക്കുന്നു. അവൾ വണ്ടി തെളിച്ച് പോവുകയാണ്. 2 പേരുണ്ട് വണ്ടിയിൽ. ഞാൻ സ്ക്വയറിൽ നിന്ന് വീണ്ടും നടന്നു. ഷെപ്പാൻസ്കി സ്ക്വയറിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ നിന്നും ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കുള്ള ടൂർ 11:30 പുറപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിന്റെ ഓരത്തെ ഓപ്പൺ റെസ്റ്റോറന്റുകളിൽ ആളുകൾ വന്ന് നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 11 മണിയായിരിക്കുന്നു നേരം. ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. ഇളം വെയിൽ കൊണ്ടും ഹീറ്റർ പകരുന്ന ചൂട് നുകർന്നും അവരിയ്ക്കുന്നു. വിശ്രമ ദിവസങ്ങൾ ആസ്വാദ്യമാക്കാൻ വരുന്നവരാണ്. റെസ്റ്റോറന്റിലെ ജീവനക്കാരികൾ ഭക്ഷണം വിളമ്പുന്നു. ഇങ്ങനെയുള്ള ഹീറ്ററുകളുണ്ട് സീറ്റുകൾക്കരികെ. അതിൽ നിന്നുള്ള ഇളം ചൂടേറ്റ് ഭക്ഷണം കഴിച്ചിരിക്കുന്നതും രസകരമായ അനുഭവമാണ്. എന്നെപ്പോലെ തിരക്കിട്ട് പരമാവധി കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് തീർക്കാൻ വരുന്നവരല്ലല്ലോ ഇവരൊന്നും. 1 കോടിയോളം ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും ക്രാക്കോവ് സന്ദർശിക്കുന്നത്. മാർക്കറ്റ് സ്ക്വയറിന്റെ ഓരത്തുകൂടി ഞാൻ ഷെപ്പാൻസ്കി സ്ക്വയറിലേക്ക് നടത്തം തുടർന്നു. മാർക്കറ്റ് സ്ക്വയറിനോട് ചേർന്നു തന്നെയുള്ള ചെറിയൊരു ചത്വരമാണത്. ഇതൊരു പെർഫോമൻസ് തിയേറ്ററാണ്. നറോദോവി സ്റ്റാറി തിയേറ്റർ, നാഷണൽ ഓൾഡ് തിയേറ്റർ എന്ന് ഭാഷാന്തരം. പോളണ്ടിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പബ്ലിക് തിയേറ്ററുകളിലൊന്നാണിത്. ഞാൻ ഈ സ്ക്വയറിലേക്ക് വന്നതിന് കാരണം ഇവിടെ ഒരു ടൂർ കമ്പനി ഉണ്ടെന്നതാണ്. ഡിസ്കവർ ക്രാക്കോവ് എന്ന കമ്പനി. അതിന്റെ ഓഫീസിൽ ചെല്ലണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. 11:30 എത്തണം. 12 മണിക്ക് ഇവിടെ നിന്നും ടൂർ പുറപ്പെടും. ഇതാണ് ഡിസ്കവർ ക്രാക്കോവിന്റെ ഓഫീസ്. സ്ക്വയറിൽ കാത്തു നിൽക്കാൻ പറഞ്ഞു അവർ. കാത്തു നിൽക്കുമ്പോൾ സ്ക്വയറിന്റെ അങ്ങേ അതിരിൽ ഒരു കെട്ടിടം കാണാം. ഒരു ഫൈൻ ആർട്സ് മ്യൂസിയമാണത്. 17-ാം നൂറ്റാണ്ട് മുതലുള്ള പെയിന്റിങ്ങുകൾ അവിടെയുണ്ട്. ക്രാക്കോവ് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് ഓഫ് ഫൈൻ ആർട്സ് എന്ന സംഘടനയുടെ ആസ്ഥാനവും അവിടെയാണ്. ചെണ്ടുകളും തൊങ്ങലും ചാർത്തിയ കുതിരകൾ വലിക്കുന്ന വണ്ടികൾ ഈ സ്ക്വയറിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഇത്തരം ഇലക്ട്രിക് കാറുകളിലും ഓൾഡ് ടൗണിലൂടെ യാത്ര ചെയ്യാം. കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കെ ഒരു വൃദ്ധൻ വന്ന് എന്നെ വിളിച്ചു. കൂടെ വരാൻ പറഞ്ഞ് അയാൾ മുൻപേ നടന്നു. വാഹനം മറ്റെവിടെയോ പാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇവിടെ നിന്നും 1.5 മണിക്കൂറിന്റെ യാത്രയുണ്ട് ഓഷ്വിറ്റ്സിലേക്ക്. ക്രാക്കോവിൽ വരുന്ന മിക്ക ടൂറിസ്റ്റുകളും ലോകപ്രശസ്തമായ ഓഷ്വിറ്റ്സ് കൂടി സന്ദർശിക്കുന്നത് പതിവാണ്. ക്രൂരതയുടെ പര്യായമായിരുന്ന നാസി പട്ടാളത്തിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ് അതായിരുന്നു. എത്രയോ ലക്ഷം ആളുകളെ കൊന്നൊടുക്കിയ ക്യാമ്പ്. പിന്നിലെ സീറ്റുകളിലെല്ലാം ആളുണ്ട്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഡ്രൈവറോട് അനുവാദം വാങ്ങി ഞാൻ അയാളുടെ സമീപത്ത് തന്നെയുള്ള മുൻ സീറ്റിൽ സ്ഥാനം പിടിച്ചു. ക്രാക്കോവ് ഓൾഡ് ടൗണിന് ചുറ്റുമുള്ള ഭാഗത്ത് ഒരു ഗ്രീൻ ബെൽറ്റ് ഉണ്ട്. ധാരാളം വൃക്ഷങ്ങളുള്ള ഒരു ഭാഗം. അതിലൂടെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങി. ഇവിടുത്തെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ട്രാമുകൾക്ക് വലിയൊരു പങ്കുണ്ട്. 1882 തന്നെ ട്രാം സർവീസ് തുടങ്ങിയ നഗരമാണ് ക്രാക്കോവ്. അന്നത് കുതിരകൾ വലിക്കുന്ന ട്രാമായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്ന നഗരമാണിത്. ക്രാക്കോവ് എന്ന നഗരനാമം തന്നെ ലോകപ്രശസ്തമായത് ആ ബന്ധം മൂലമാണ്. ജോൺ പോൾ രണ്ടാമൻ ആകുന്നതിനു മുൻപ് കരോൾ ജോസഫ് വോയ്റ്റീവ ജൂനിയർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. തന്റെ 12ാം വയസ്സിൽ തന്നെ കാരോൾ ക്രാക്കോവിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനവും സർവകലാശാല വിദ്യാഭ്യാസവും സെമിനാരി പഠനവും ക്രാക്കോവിലായിരുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ക്രാക്കോവിന്റെ പ്രാന്തങ്ങളിലെ പാറമടകളിലും വെടിമരുന്നുശാലകളിലുമൊക്കെ ജോലി ചെയ്തായിരുന്നു അക്കാലത്തെ ജീവിതം. ഇക്കാണുന്നത് ക്രാക്കോവിലെ നാഷണൽ മ്യൂസിയമാണ്. 19ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണത്. അങ്ങകലെ കാണുന്നത് വേവൽ കാസിലാണ്. ക്രാക്കോവിന്റെ പഴയ കൊട്ടാരക്കെട്ടുകളും ക്രാക്കോവ് ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനവുമെല്ലാം ആ കാസിലിനകത്താണ്. ഇടതുവശത്തുകൂടി വിസ്റ്റില നദി ഒഴുകുന്നുണ്ട്. സൗകര്യപ്രദമായ സീറ്റു തന്നെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. തടസ്സമേതുമില്ലാതെ മുന്നോട്ടുള്ള കാഴ്ചകൾ പകർത്താം. പടിഞ്ഞാറോട്ട് യാത്ര തുടരുമ്പോൾ വലതുവശത്ത് വിസ്റ്റുല നദി ഒഴുകുന്നുണ്ട്. അതിന്റെ ഒരു വശത്തെ ബണ്ടാണ് കാണുന്നത്. നദീതീരത്തുകൂടി കുറേ ദൂരമോടി. ഇനി നിരവധി ഗ്രാമങ്ങൾ പിന്നിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഒരു പാലത്തിലേക്ക് കയറിയിരിക്കുന്നു. വിസ്റ്റുല നദിക്ക് കുറുകെയുള്ള പാലമാണ് സിയർസിനിക്കി പാലം. ഈ പാലം 2001 പൂർത്തിയായതാണ്. പാലം കടക്കുന്നതോടെ ക്രാക്കോവിന്റെ പ്രാന്തഭാഗത്തേക്കെത്തുന്നു. ഇനി നിരവധി ഗ്രാമങ്ങൾ കടന്നു വേണം ഓഷ്വിറ്റ്സിലേക്കെത്താൻ. ഓഷ്വിറ്റ്സ്, ബെർക്കനൌ എന്നിങ്ങനെ 2 പ്രധാന പ്രദേശങ്ങളിലാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നത്. 1939 ആ ക്യാമ്പുകളുടെ നിർമ്മാണം തുടങ്ങിയത്. ഞങ്ങളീ പോകുന്ന വഴിയിലൂടെ ഒരു കാലത്ത് എത്രയോ ട്രക്കുകളിൽ ജൂതന്മാരെ കുത്തിനിറച്ചു കൊണ്ടുപോയിരുന്നു. കൊലപ്പെടുത്താനായി കൊണ്ടുപോവുകയായിരുന്നു അവരെ. ക്രാക്കോവിൽ നിന്നും വാഗണുകളിൽ കുത്തിനിറച്ച് ട്രെയിൻ മാർഗവും ആളുകളെ കൊലക്കളങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. കുട്ടികളെയും കുടുംബത്തെയും വേർപെട്ട് ഹൃദയവേദനയോടെ ആളുകൾ കടന്നുപോയ പാത. അതിന്റെ ഓരങ്ങളിൽ ഇന്ന് ശാന്തമായ ഗ്രാമങ്ങളാണ് കാഴ്ച. സുന്ദരമായ പച്ചപ്പിന്റെ ഗ്രാമങ്ങൾ. ജർമ്മനിയിൽ കണ്ടത്ര സൗന്ദര്യം ഇവിടുത്തെ പുൽമേടുകൾക്കില്ല. 2 രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അന്തരം പ്രകൃതിയിൽ നിന്ന് തന്നെ കണ്ടറിയാം. ഇവിടെ മലമുകളിൽ ഒരു കാസിൽ കാണാം. പ്രിസേ ഗോർസാലെ കാസിലാണത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ ഭരണകൂടം നിർമ്മിച്ച കാസിലാണ്. അത് പിന്നിട്ട് യാത്ര തുടർന്നു. ഇതുവഴി മരണത്തിലേക്ക് കടന്നുപോയ ജൂതന്മാരെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്.
രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിനു മുൻപ് ജൂതന്മാർ സർവ്വപ്രതാപങ്ങളോടെയും ജീവിച്ചിരുന്ന നഗരമായിരുന്നു ക്രാക്കോവ്. അവരുടെ ആ സൗഭാഗ്യങ്ങളെല്ലാം യുദ്ധത്തിൽ പോളണ്ടിലേക്ക് അധിനിവേശിച്ച ജർമ്മൻ നാസി പട അവസാനിപ്പിക്കുകയായിരുന്നു. യുദ്ധത്തിന്റെ അവസാന നാളുകളായപ്പോഴേക്കും സോവിയറ്റ് റെഡ് ആർമി നാസികളെ തോൽപ്പിച്ച് ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അവരാണ് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് മോചിപ്പിച്ചത്. ക്രിസ്പിനൌ എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. രണ്ടാം ലോകമഹായുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ നിയോഗിച്ച കമ്മ്യൂണിസ്റ്റ് പാവ ഗവൺമെന്റായിരുന്നു പോളണ്ടിലുണ്ടായിരുന്നത്. അത് സ്വാതന്ത്ര്യദാഹികളായ വലിയൊരു വിഭാഗം പോളിഷ് ജനതയെ അസ്വസ്ഥരാക്കി. എങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണം കുറെ കാലം നീണ്ടുനിന്നു. ഒടുവിൽ 1980-കളായപ്പോഴേക്കും ലേ വലേസ എന്നൊരു നേതാവിന്റെ നേതൃത്വത്തിൽ സോളിഡാരിറ്റി പ്രസ്ഥാനം പോളണ്ടിൽ അധികാരം പിടിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായതോടെ അദ്ദേഹത്തിന്റെ കൂടി സ്വാധീനത്തിലാണ് പോളണ്ട് സാവധാനം കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ചത്. യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിന് വിരാമമാകുന്നതിന് വഴിമരുന്നായ ഒരു സംഘടനയായിരുന്നു പോളണ്ടിലെ സോളിഡാരിറ്റി. തുടർന്നുള്ള വർഷങ്ങളിൽ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിലാണ് പോളണ്ട് സമ്പന്നതയിലേക്ക് വളർന്നത്. ലിസ്കി എന്ന പ്രദേശമാണിത്. അക്കാണുന്നത് ലിസ്കിയിലെ സെന്റ് നിക്കോളാസ് ചർച്ചാണ്. 15,000-ലേറെ ആളുകൾ വസിക്കുന്ന ഗ്രാമമാണ് ലിസ്കി. ഇന്ന് പോളണ്ടിന്റെ ഇത്തരം ഗ്രാമങ്ങളും പട്ടണങ്ങളുമെല്ലാം വികസിതമാണ്. എല്ലാറ്റിനും ഒരു യൂറോപ്യൻ നിലവാരമുണ്ട്. യുക്രൈൻ, ഹംഗറി തുടങ്ങിയ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കണ്ടതുപോലുള്ള ദാരിദ്ര്യമൊന്നും ഇവിടെ കാണുന്നില്ല. കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പോളണ്ട് വളരെ മുന്നോട്ടു പോയിരിക്കുന്നു. വലിയ കൃഷിയിടങ്ങളൊക്കെ പിന്നിട്ടാണ് ഞങ്ങൾ കടന്നുപോകുന്നത്. സോവിയറ്റ് തണലിലുള്ള പോളണ്ടിന്റെ നാളുകൾ അത്ര സുഖകരമായിരുന്നില്ല. രാജ്യം വറുതിയിലേക്ക് നീങ്ങിയ കാലമായിരുന്നു അത്. പോളണ്ടിൽ രാഷ്ട്രീയമായ അസ്വസ്ഥതകൾ രൂപപ്പെട്ടു തുടങ്ങിയ കാലം. സോളിഡാരിറ്റി എന്ന ട്രേഡ് യൂണിയന്റെ വളർച്ച അവിടെ നിന്നുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണം അട്ടിമറിക്കാനായി അമേരിക്കൻ ചാരസംഘടനയായ CIA അവർക്ക് വലിയ സാമ്പത്തിക സഹായവും ലഭ്യമാക്കി. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാനായി 5 വർഷത്തിനിടെ CIA $10 മില്യൺ ചെലവഴിച്ചെന്നാണ് കണക്ക്. കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ച ശേഷം അമേരിക്കയുടെ പിന്തുണയോടെയാണ് പോളണ്ടിന്റെ സാമ്പത്തിക രംഗം വികസിച്ചത്. യൂറോപ്പിലെ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഏറ്റവും വളർച്ച നേടിയ രാജ്യം ഇതാണ്. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പോളണ്ടിന്റെ ഈ തെക്കൻ മേഖലയിലെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം. യൂറോപ്പിലെ ഒരു സമ്പന്ന രാജ്യത്തിൻ്റെതായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെയും കാണാം. നല്ല പാതകൾ, ഫുട്പാത്തുകൾ, വൃത്തി. യൂറോപ്പിന്റെ പൊതുവായൊരു ആഠ്യത്വം പോളണ്ടിലും കാണാം. നല്ല ഭൂവിസ്തൃതിയുള്ള രാജ്യവുമാണ് പോളണ്ട്. ജർമ്മനിയോളം തന്നെ വലിപ്പമുള്ള രാജ്യം. കൃഷിയിടങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ചിട്ടയോടെയുള്ള കൃഷി നടക്കുന്ന ഇടങ്ങളാണ് കാണുന്നത്. ഇങ്ങനെയുള്ള സഞ്ചാരത്തിൽ ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയുടെ വ്യത്യാസം കൃത്യമായി മനസ്സിലാവും. കഴിഞ്ഞ ദിവസങ്ങളിലെ ബവേറിയൻ യാത്രയും ഈ യാത്രയിലെ കാഴ്ചകളും താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിയിലെ അത്ര സമ്പത്ത് ഇവിടെയില്ലെന്ന് മനസ്സിലാവും. കൃഷിയിടങ്ങളും ജർമ്മനിയിലുള്ളത്ര ശാസ്ത്രീയമായി അല്ല ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന പോളണ്ടിന്റെ കൃഷിയിടങ്ങൾ കാഴ്ചയിലുണ്ട്. കുന്നുകളിലും താഴ്വരകളിലും അതങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഗോതമ്പ്, ബാർലി, ഓട്സ് എന്നിവയാണ് ഈ മേഖലയിലെ പ്രധാന കൃഷികൾ. കന്നുകാലി വളർത്തലാണ് കർഷകരുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം. കുറേയേറെ ഭൂമി കന്നുകാലികൾക്കുള്ള പുല്ലു വളർത്താനായി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ബവേറിയയിൽ കണ്ടത്ര സൗന്ദര്യം ഇവിടുത്തെ പുൽമേടുകൾക്കില്ല. കത്തുന്ന പച്ചപ്പില്ല. മേടുകളിൽ പാഴ്ചെടികൾ വളരുന്നുമുണ്ട്. പ്രിസേഗ്നിയ ഡുഷോവ്ന എന്ന പ്രദേശമാണിത്. കാർഷിക ഗ്രാമമാണ്. താരതമ്യേന ചെറിയൊരു ഗ്രാമം. അത്തരം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ചെറുവനങ്ങളുമെല്ലാം പിന്നിട്ടാണ് ഞങ്ങളുടെ യാത്ര.
സുന്ദരവും കാൽപ്പനിക ഭംഗിയുള്ളതുമായ ഈ പ്രദേശത്തുകൂടി പോകുമ്പോൾ ഇനി എത്താനിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് എന്റെ ചിന്ത. വലിയൊരു ദുരന്ത നാടകം തകർത്താടി കടന്നുപോയ ഒരിടമാണത്. എത്രയോ പേരുടെ ചോരയും കണ്ണുനീരും വീണ ഇടം. ഒടുവിൽ ആ മനുഷ്യരെല്ലാം ഒരു പിടി ചാരമായി മാറിയ കോൺസെൻട്രേഷൻ ക്യാമ്പ്. കൃഷിയിടങ്ങൾ കണ്ടുകൊണ്ട് എത്താനിരിക്കുന്ന ദുരന്തഭൂമിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാനിരുന്നു. പരന്ന കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ വാഹനം നീങ്ങുമ്പോൾ ഓഷ്വിറ്റ്സ് എന്ന ദുരന്തഭൂമി കാണാൻ മാനസികമായി ഒരുങ്ങുകയായിരുന്നു ഞാൻ.